ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്ടകമലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് ബക്കറ്റ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ ബക്കറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ബക്കറ്റിൻ്റെ മുന്നിലോട്ട് വല്ലതും വെച്ച് കൊടുത്താൽ ആ ബക്കറ്റ് തനിയെ തുറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തനിയെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് വേസ്റ്റോ കാര്യങ്ങൾ എന്തും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് സ്കൂളിൽ ശാസ്ത്രമേള അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു ഐറ്റം ഉണ്ടത്. നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ. അപ്പോൾ വീഡിയോക്ക് പോയതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഓളെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ. ഫ്രണ്ട്സ്, നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. നമുക്ക് ആദ്യമായിട്ട് എന്താ വേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ആർഡിനോ ബോർഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള ആർഡിനോ യൂനോ ബോർഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആർഡിനോ നാനോ ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രണ്ടും പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സർവോ മോട്ടറാണ് കേട്ടോ. അപ്പോൾ സർവോ മോട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിതിൽ സെൻസറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് പ്രോക്സിമിറ്റി സെൻസറാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളിതിൽ സെൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ജമ്പർ വയറുകളാണ് കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ബക്കറ്റ് എടുക്കുന്നത് നല്ലത്, മറ്റേ കുറച്ച് ഓവറാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ പിടിക്കുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല. നമുക്കൊന്ന് അതിമൊന്ന് ഒഴിവാക്കാം കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ അയച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കാർബോണിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്താണ്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മളെ ബക്കറ്റിൻ്റെ മുകളിലത്തെ ഭാഗത്തിൻ്റെ അളവിലേക്കാണുള്ളൊരു പീസ് എടുത്താൽ മതി കേട്ടോ. ഇതിൽ നമുക്ക് വട്ടത്തിലേക്കാണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതേ നമ്മുടെ ബക്കറ്റിൻ്റെ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വയർ കണക്ഷൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ പ്രോക്സിമിറ്റി സെൻസറിൽ നിന്നാണ് കേട്ടോ. പ്രോക്സിമിറ്റി സെൻസറിൽ നിന്ന് വലിയ കുറേ ഡൗട്ട് അടിക്കാനൊന്നുമില്ല, നമ്മൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഇതിൻ്റെ VCC എന്നുള്ളതിൻ്റെ പോസിറ്റീവും ഗ്രൗണ്ട് എന്നുള്ളത് നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടാവും VCC എന്നുള്ളതും GND എന്നുള്ളതും. അപ്പോൾ അത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവാണ്. VCC പോസിറ്റീവും ഗ്രൗണ്ട് നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ VCC എന്നുള്ള നമ്മൾ ആർഡിനോ ബോർഡിൻ്റെ 5 വോൾട്ടിലോട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൗണ്ട് നമ്മൾ ആർഡിനോ ബോർഡിൻ്റെ ഗ്രൗണ്ടിലോട്ടും കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആർഡിനോ ബോർഡിൻ്റെ 5 വോൾട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേനായിട്ട് ഗ്രൗണ്ട് എന്നുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിലോട്ട് നമ്മൾ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഗ്രൗണ്ടും പ്രോക്സിമിറ്റി സെൻസറിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള VCC നമ്മൾ ആർഡിനോ ബോർഡിൻ്റെ 5 വോൾട്ടിലോട്ട് നമുക്ക് കൊടുക്കണം. നമുക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രോക്സിമിറ്റി സെൻസർ വരുന്ന ഔട്ട് നമ്മുടെ ആർഡിനോ ബോർഡിലോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് ഒരു ഔട്ടിൻ്റെ പിന്നാണ്. അപ്പോൾ നമുക്ക് ആർഡിനോ ബോർഡിലോട്ട് കൊടുക്കണം. അപ്പോൾ ആർഡിനോ ബോർഡിൽ എവിടെ കൊടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാനുണ്ടാവും A0 എന്നുള്ളത്. കണ്ടോ? ഈ ഒരു പിന്ന് A0 എന്നുള്ളത് നമുക്ക് ആ A0 എന്നുള്ളതിലേക്ക് കൊടുക്കണം കേട്ടോ. നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മളെ പ്രോക്സിമിറ്റി സെൻസർ വരുന്ന ഔട്ട് നമ്മളെ ആർഡിനോ ബോർഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മളെ സർവോ മോട്ടറിൻ്റെ വയറാണ് കേട്ടോ. അപ്പോൾ സർവോ മോട്ടറിൻ്റെ വയർ അങ്ങനെ കൊടുക്കണേ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ സർവോ മോട്ടറിൻ്റെ ഈ വയറിൽ നിന്ന് നിങ്ങൾക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ ഈ യെല്ലോ വയറാണ് ഇതിൻ്റെ ഔട്ട്. കണ്ടോ? ഈ യെല്ലോ വയറാണ് ഇതിൻ്റെ ഔട്ട്. പിന്നെ ആ റെഡ് വയർ ഉണ്ടാവും. ആ റെഡ് വയറാണ് ഇതിൻ്റെ പോസിറ്റീവ് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്നത് 3.7 വോൾട്ടാണ്. പിന്നെ 3.7 വോൾട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് പവർ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആർഡിനോ ബോർഡിലുള്ള ഗ്രൗണ്ടിലോട്ട് ഇതിൻ്റെ നെഗറ്റീവ് കൊടുക്കും, ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ആർഡിനോ ബോർഡിലോട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഇത് നമ്മുടെ ആർഡിനോ ബോർഡിൻ്റെ ഗ്രൗണ്ടിലോട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആർഡിനോ ബോർഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ എവിടെ കൊടുക്കേണ്ടതെന്നുള്ളത്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഈ വൈറ്റ് വയർ നമുക്ക് ആർഡിനോ ബോർഡിൽ നിന്ന് വരുന്ന 3.7 വോൾട്ട് എന്ന ഇതിലോട്ട് നമുക്ക് കൊടുക്കണം. സർവോ മോട്ടറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സർവോ മോട്ടറിൽ നിന്ന് വരുന്ന ഔട്ട് വയർ നമ്മുടെ ആർഡിനോ ബോർഡിലെ 9 എന്നുള്ള പിന്നിലോട്ട് കൊടുക്കണം. നമുക്ക് അതും കൊടുക്കാം. നമ്മുടെ വയർ കണക്ഷൻ എല്ലാം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്തെടുക്കണം. അപ്പോൾ പ്രോഗ്രാം ചെയ്തെടുക്കാനുള്ള ഇതിൻ്റെ കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിക്കാണ്ട് അത് കോപ്പി ചെയ്ത് നമ്മൾ ആർഡിനോ ബോർഡിലോട്ട് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യുന്നതേ വ്യക്തമായിട്ട് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം നമ്മളെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടുന്നുണ്ടെന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഡ് ചെയ്യുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ നമ്മുടെ ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പ്രോഗ്രാം ചെയ്തപ്പോൾ അതിലോട്ട് ഞാൻ കയറ്റിയിരുന്നത് എല്ലാവർക്കും സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. നമ്മുടെ ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ മുന്നിലോട്ട് വല്ല ഒബ്ജക്റ്റ് വന്ന് നിന്നാൽ ഈ സെൻസർ റീഡ് ചെയ്യും. അപ്പോൾ സെൻസർ റീഡ് ചെയ്യുമ്പോൾ സർവോ മോട്ടറിലോട്ട് ഒരു പവർ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ സർവോ മോട്ടർ ഓണാവും. അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മൾ ഈ കോഡ് കയറ്റിയപ്പോൾ അതിലുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കോഡെല്ലാം കയറ്റിയത് നല്ല രീതിയിലാണോ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആർഡിനോ ബോർഡിലോട്ട് പവർ കൊടുക്കാം. അപ്പോൾ ആർഡിനോ ബോർഡിലോട്ട് പവർ കൊടുക്കുന്നതിനായിട്ട് കേബിൾ അതിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്കിത് ഒന്നെങ്കിൽ ബാറ്ററി വെച്ചുകൊണ്ട് പവർ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് പവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടാണ് പവർ കൊടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് മാത്രം കേട്ടോ മൊബൈൽ ഫോണിൽ നിന്ന് പവർ എടുക്കുന്നത്. ഇനി നമുക്ക് അല്ലാതെ ചെയ്യുമ്പോൾ ബാറ്ററിയിൽ തന്നെ പവർ എടുക്കുന്നതാണ്. നമ്മളത് മൊബൈൽ ഫോണിലോട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മൊബൈൽ ഫോണിലോട്ട് കണക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ പ്രോക്സിമിറ്റി സെൻസർ ഒന്ന് മുകളിലോട്ടാക്കി പിടിക്കണം. അപ്പോൾ ആക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സർവോ മോട്ടർ ഫസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാവുന്നതാണ്. ഇനി നമുക്ക് അങ്ങനെ ഇതിൻ്റെ വ്യക്തികളുടെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ മുന്നിലോട്ട് വല്ലതും വന്ന് നിന്നാൽ നമ്മുടെ സർവോ മോട്ടർ പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കൈ ഇതിൻ്റെ മുന്നിലോട്ട് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ റീഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ സർവോ മോട്ടർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നുപാട് കാണിച്ചു തരാം. ഇതിൻ്റെ അവിടെ റീഡ് ചെയ്യുമ്പോൾ 2 LED കത്തുന്നതാണ് കേട്ടോ. ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഞാൻ ക്യാമറക്ക് മുന്നിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ. ഇനി അതിൻ്റെ മുന്നിലോട്ട് എൻ്റെ കൈ കൊണ്ടുപോവാണ്. കണ്ടോ അത് റീഡ് ചെയ്തു. അപ്പോൾ സർവോ മോട്ടർ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നുപാട് കാണിച്ചു തരാം. കണ്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ വർക്കിംഗ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നല്ലതിന് മനസ്സിലാവാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് മാത്രം കാണിച്ചു തന്നതായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കാർബോണിൻ്റെ ആ പീസിൻ്റെ കൃത്യം സെൻറ്ററിലായി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ടായിട്ടേ നമുക്ക് സെല്ലോ ടൈപ്പ് വെച്ചുകൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടതേ നമുക്ക് ഈ രീതിയിൽ മുകളിലോട്ടും താഴോട്ടും ആക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കണ്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഈ കാർബോണിൻ്റെ പീസിൻ്റെ ഏതെങ്കിലും ഒരു വശം നമ്മുടെ ഈ ബക്കറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. സൈഡ് പറഞ്ഞാൽ ഇതിൻ്റെ ഈ രീതിയിലായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് തുറക്കാനും അടക്കാനും പറ്റുന്ന രീതിയിലാവണം കേട്ടോ. ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല രീതിയിൽ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ആർഡിനോ ബോർഡും പ്രോക്സിമിറ്റി സെൻസറും സർവോ മോട്ടറും എല്ലാം ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിക്കാണ്ട് നിങ്ങളെ സ്വന്തം ഐഡിയ വെച്ചാണ് നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോക്സിമിറ്റി സെൻസർ ഈ മുൻഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആർഡിനോ ബോർഡ് ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ സർവോ മോട്ടർ ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. സർവോ മോട്ടർ എന്തായാലും ഈ രീതിയിൽ തന്നെ ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം. ബാക്കിയുള്ളത് നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. സർവോ മോട്ടർ എന്തായാലും ഈ രീതിയിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അത് നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഡിനോ ബോർഡ് ഇതിൻ്റെ അകത്തും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വയറെല്ലാം ആർഡിനോ ബോർഡിൻ്റെ അതിൻ്റെ അകത്തേക്കായിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ സർവോ മോട്ടറിൻ്റെ ഈ ഒരു ഭാഗത്തിന് നേരായിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണ്ടോ. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹോൾ എടുത്തിട്ടുണ്ടോ. വളരെ ചെറിയൊരു ഹോളായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഹോളിലൂടെ ഒരു നൂല് കടത്തി വിടാം കേട്ടോ. കണ്ടോ നൂല് കടത്തി വിടാം. ഞാനിപ്പോൾ നൂല് കടത്തി വിട്ടിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഉൾവശത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഹോളുള്ള എന്തെങ്കിലും എടുത്തതിന് ശേഷം അവിടെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. കണ്ടോ ഇതുപോലത്തെ ഹോളിൽ എന്തെങ്കിലും വെച്ച് നമുക്ക് കെട്ടി കൊടുക്കണം. ഇതിൻ്റെ ഇവിടെ ആയിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കെട്ടി കൊടുക്കാം. ഞാൻ അപ്പോൾ കെട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉൾവശത്ത് കൂടി തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ നല്ല ടൈറ്റായി നിന്നോളൂ കേട്ടോ. കണ്ടോ നിങ്ങൾക്ക് കാണാം ഈ നൂല് വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊന്തി വരുന്നത് കണ്ടോ. ഈ നൂല് വലിക്കുന്ന സമയത്ത് ഇത് പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ നൂലിൻ്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ സർവോ മോട്ടറിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന കുറച്ച് ഹോളുകൾ. അപ്പോൾ ഈ ഹോളിൻ്റെ ഈ ഫസ്റ്റ് ഹോളുണ്ടോ ആ ഹോളിലോട്ട് നമുക്ക് കെട്ടി കൊടുക്കണം കേട്ടോ. അത് നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ കെട്ടിക്കൊടുത്ത് വിട്ട് പോരാതിരിക്കാനും വേണ്ടി കണ്ടേ ഗ്ലൂ ഗൺ വെച്ച് കണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആർഡിനോ ബോർഡിലോട്ട് പവർ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നാണ് ഇതിലോട്ട് പവർ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആർഡിനോ ബോർഡിലോട്ട് നമ്മൾ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഫോണിലോട്ട് ഇത് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്തതിനായിട്ട് ഞാനൊരു പേപ്പർ ചുറ്റി മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മളെ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ മുന്നിലോട്ടൊന്ന് വെച്ച് നോക്കാം. കണ്ടോ തുറന്നിട്ടുണ്ട് കേട്ടോ.
നമുക്ക് വേറെ പേപ്പർ അങ്ങനെ ആക്കി ഇനി മുന്നിലോട്ട് വെച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ തന്നെ ആക്കണമെന്നില്ല കേട്ടോ. എന്ത് ഒബ്ജക്റ്റ് ഇതിൻ്റെ മുന്നിലോട്ട് വന്ന് നിന്നാൽ ഇത് സെൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ സർവോ മോട്ടറിലോട്ട് പവർ പോകും. അപ്പോൾ നമ്മൾ സർവോ മോട്ടർ പ്രവർത്തിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വർക്കിംഗ് ഇതിൽ വരുന്നത്. നമുക്ക് പ്രോക്സിമിറ്റി സെൻസറിന് മുന്നിലോട്ട് ഒന്നുപാടി ഒരു പേപ്പർ വെച്ച് നോക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നല്ല ഇതിൽ വർക്കാവുന്നുണ്ട്. കേട്ടോ, ഇനി ഇതാട്ടോ വെച്ച് നോക്കുന്നത്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അത് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ എന്തൊരു ഒബ്ജക്റ്റ് വന്ന് നിന്നാലും ഇത് തന്നെ പ്രവർത്തിക്കും കേട്ടോ. ഈ സെൻസർ റീഡ് ചെയ്ത് നമ്മൾ സർവോ മോട്ടറിലോട്ട് പവർ പോകും. നമ്മൾ സർവോ മോട്ടർ പ്രവർത്തിക്കും. ഇനി നമുക്ക് ബാറ്ററി വെച്ചുകൊണ്ട് ഇതിലോട്ട് പവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പവർ കൊടുത്തത് മൊബൈലിൽ നിന്നാണ്. അപ്പോൾ ഞാൻ മൊബൈൽ നിന്ന് ഊരി എടുക്കാം കേട്ടോ. മൊബൈൽ ഊരിയിട്ട് ഇതിൻ്റെ കേബിൾ ഊരിയിട്ടുണ്ട്. നമുക്ക് ആർഡിനോ ബോർഡിൽ നിന്ന് ഇതിൻ്റെ കേബിൾ ഊരാം. അപ്പോൾ കേബിൾ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പവർ കൊടുക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് പവർ കൊടുക്കണമെങ്കിൽ നമ്മൾ 12 വോൾട്ടിൻ്റെ ഒരു ചാർജറിൻ്റെ ഈ മുന്നത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കട്ട് ചെയ്തെടുത്ത് വേണം. അപ്പോൾ അതിൻ്റെ 2 വയർ പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് നമുക്കത് കൂട്ടി പിരിച്ച് വെക്കണം. നമുക്ക് കൂട്ടി പിരിച്ച് വെക്കാം. അപ്പോൾ ഞാനതിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയപ്പോൾ കൂട്ടി പിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ 12 വോൾട്ട് ചാർജറിൻ്റെ ഈ ഒരു ഭാഗം, അപ്പോൾ അത് നമുക്ക് ആർഡിനോ ബോർഡിൻ്റെ ഈ ഇതിലോട്ടായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അപ്പോൾ ബാറ്ററിയിൽ നിന്നാണ് ഇതിലോട്ടുള്ള പവർ എടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ സംഭവം നല്ല ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പേപ്പർ വെച്ച് നോക്കാം. കണ്ടോ, അപ്പോൾ സംഭവം നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കാണുമ്പോൾ വീണ്ടും കാണാതിരിക്കും. ബൈ.